ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ ചാപ്റ്റർ 6A ഡിഡക്ഷൻസിനെ കുറിച്ചിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഡിഡക്ഷൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ടോട്ടൽ ടാക്സ് എമൗണ്ടിൽ നിന്നും നമ്മൾക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പെൻസുകളെ ഇൻകം ടാക്സ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ചാപ്റ്റർ 6Aയിൽ പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഡിഡക്ഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ATC ഫോർ കോൺട്രിബ്യൂഷൻ. ഇത് എലിജിബിൾ അസസീസ് വരുന്നത് ഇൻഡിവിജ്വലും HUFും മാത്രമാണ്. അതർ അസസീസ് ആർ നോട്ട് എലിജിബിൾ. കമ്പനീസോ ഫേമോ ഇവർക്കൊന്നും ഇത് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ അല്ല. ഇൻഡിവിജ്വലും HUFനും മാത്രമാണ് ATC ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്തിൻ്റെയാണ് ATC വരുന്നത്? കോൺട്രിബ്യൂഷൻ ടു PPF, പേയ്മെൻറ്റ് ഓഫ് LIC പ്രീമിയം. കോൺട്രിബ്യൂഷൻസ് ആണ് മെയിനായിട്ടും ATCയിൽ വരുന്നത്. PPF കോൺട്രിബ്യൂഷനും LIC പ്രീമിയത്തിലേക്കുള്ള കോൺട്രിബ്യൂഷനുമാണ് എലിജിബിളായിട്ട് വരുന്നത്. ഇനി മാക്സിമം ഇതിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 1,50,000 ആണ്. മാക്സിമം ATC പ്രകാരം നമ്മൾക്ക് 1,50,000 വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ് 80D ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതും സെയിം തന്നെ, ഇൻഡിവിജ്വൽ ആൻഡ് HUF ആണ് എലിജിബിൾ അസസീസ് വരുന്നത്. ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയമാണ്. D4 ഡിസീസ് അങ്ങനെയൊന്ന് ആലോചിച്ചാൽ മതി. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയമാണ് നമ്മൾ 80Dയിൽ വരുന്നത്. മാക്സിമം 25,000 ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. സ്പോസ് ആണെങ്കിൽ സ്പോസ് കൂടെ ഇൻക്ലൂഡ് ചെയ്ത് 50,000 ആണ് നമുക്ക് മാക്സിമം പെർമിസിബിൾ ഡിഡക്ഷൻ വരുന്നത്. സോ ATC ആൻഡ് D. ദെൻ നെക്സ്റ്റ് വരുന്നത് ATG. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഡക്ഷനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ അസസീസിനും ഇത് എലിജിബിളാണ്. എല്ലാ അസസീസും ഇതിന് എലിജിബിളാണ്. മീൻസ് ഇൻഡിവിജ്വൽ, HUF, ഫേം, കമ്പനി, എവറി വൺ. ഇത് ഡൊണേഷൻ ടു സർട്ടൈൻ ഫണ്ട്സ് ഓർ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ടുകൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഡക്ഷനാണ് ATG. ഇതൊരു 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് കൊടുക്കുന്ന ഫുൾ എമൗണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡൊണേഷൻസ് ഉണ്ട്. കൊടുക്കുന്നതിൽ 50% മാത്രം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതുണ്ട്. കൊടുക്കുന്നതിൽ 10% മാത്രം കിട്ടുന്ന കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്, കുറച്ച് ഡൊണേഷൻസ് ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ ATGയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ATTTA ആണ്. ഇത് ഇൻഡിവിജ്വൽ ആൻഡ് HUF അതർ ദാൻ എ സീനിയർ സിറ്റിസൺ. ഇവരാണ് എലിജിബിൾ അസസീസ് വരുന്നത്. സേവിങ്സ് അക്കൗണ്ടിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഈ കിട്ടുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ATTTA പ്രകാരം നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. മാക്സിമം 10,000 വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ. അതിന് മുകളിൽ പോകുന്നത് ടാക്സബിൾ ആണ്. ഇനി ലാസ്റ്റ് വൺ ആണ് ATTTB. സീനിയർ സിറ്റിസൺസ് മാത്രമാണ് ഇതിൻ്റെ എലിജിബിൾ അസസീസ് വരുന്നത്. FD അല്ലെങ്കിൽ സേവിങ്സ് ബാങ്കിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് മാക്സിമം നമുക്ക് 50,000 വരെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാം. അതിന് മുകളിലാണെങ്കിൽ ടാക്സബിൾ ആയിരിക്കും. സോ ഹിയർ നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഡക്ഷൻസ് ആണ്. ATC കോൺട്രിബ്യൂഷൻ, ATD മെഡിക്കൽ ഇൻഷുറൻസ്, ATG ഫോർ ഡൊണേഷൻ. ATGയുടെ പ്രത്യേകത ഓൾ അസസീസിന് നമുക്ക് ക്ലെയിം ചെയ്യാം. ATTTA ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ഇൻ സേവിങ്സ് ബാങ്ക്. ATTTB വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് FD ആൻഡ് സേവിങ്സ് ബാങ്ക്. സോ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.